സാരംഗ കാലാവസ്ഥയുടെ കാര്യത്തിൽ എങ്ങനെയുണ്ട്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും മഴയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. മാത്രമല്ല പുഴയുടെ ഒഴുക്ക്, ഇത് രണ്ടും എങ്ങനെയുണ്ട് ഇപ്പോൾ? മോത്തി, പൊതുവെ കൊങ്കൺ മേഖല എന്ന് പറയുന്നത് നമ്മൾക്ക് അപ്രവചനീയമായ ഒരു കാലാവസ്ഥ നിലനിൽക്കുന്ന പ്രദേശമാണ്. കുത്തനെയുള്ള മലകളും അതുപോലെ തന്നെ ഏത് സമയവും മാറി മറയുന്ന മലനിരകളിൽ നിന്ന്, കൊങ്കൺ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴകളും. ഒരുപക്ഷെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട നദികളാണ് ഇത്തരത്തിൽ നേത്രാവതിയും അതുപോലെ തന്നെ ഗംഗാവലിയും കൊല്ലൂർ നദിയും ഒക്കെ തന്നെ. അപ്പോൾ ഈ നദികൾക്കൊക്കെ തന്നെ പെട്ടെന്ന് പുഴയുടെ സ്വഭാവം, ഒഴുക്കിനൊക്കെ തന്നെ ഒരു മാറ്റം വരുന്നൊരു പൊതുവിലുള്ള രീതിയുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ പെരിയാറിനെ കുറിച്ചും പ്രത്യേകിച്ച് കേരളത്തിലെ ചാലിയാറിനോടൊക്കെ തന്നെ നമുക്ക് സ്വഭാവം കൊണ്ട്, ആ ഒഴുക്കിനെ കൊണ്ട് നമ്മൾക്ക് താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒരു നദിയാണ് ഗംഗാവലിപ്പുഴ എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ ഈ പറയുന്ന നഗരവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ശിരൂരും അങ്കോളയിലുമൊക്കെ തന്നെ ഇത്തരത്തിൽ കനത്ത മഴ പെയ്തില്ലെങ്കിൽ പോലും കൊങ്കൺ മലനിരകളിൽ വലിയ തോതിൽ മഴ കനത്ത് തിമിർത്ത് പെയ്യുന്ന സമയത്ത് പുഴയുടെ ആ ഒരു ഒഴുക്കിൻ്റെ സ്വഭാവം, പുഴയുടെ സ്വഭാവം തന്നെ പൂർണ്ണമായി മാറും എന്ന് നമ്മൾക്ക് പറയേണ്ടി വരും. പക്ഷേ എന്തായാലും ഇതുവരെ കാലാവസ്ഥ അനുകൂലമാണ്. ഇവിടെ ചെറിയ കോടമഞ്ഞൊക്കെ തന്നെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് മലനിരകളുടെ മുകളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ തോതിൽ നമുക്ക് കോടമഞ്ഞ് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇന്നലത്തെ ദിവസം ഉണ്ടായിരുന്ന കാലാവസ്ഥയാണ് ഇവിടെ ഇന്ന് തുടരുന്നതെങ്കിൽ എന്തുകൊണ്ടും നമ്മൾക്ക് തിരച്ചിലിന് അനുയോജ്യമായ ഒരു കാലാവസ്ഥ തന്നെയായിരിക്കും ഇവിടെ തുടരുക. നിലവിൽ എന്തായാലും ഇവിടെ ഇത്തരത്തിലുള്ള അലേർട്ടുകളൊന്നും തന്നെ നിലനിൽക്കുന്നില്ല. നമുക്ക് പ്രകൃതി കൂടി നമ്മളോട് ഒരു അനുഭവം കാണിക്കുന്നു എന്ന് നമുക്ക് ഈ നിമിഷം പറയേണ്ടി വരും. മോത്തി, സാരംഗ, എന്തൊക്കെ യന്ത്ര സംവിധാനങ്ങളുടെ സഹായം ഈ തെരച്ചിലിനുണ്ട് അവിടെ? മോത്തി, ഇന്നലെ ഇവിടെ കാര്യമായി തിരച്ചിൽ നടത്തിയിരുന്നത് വലിയ തോതിലുള്ള സംവിധാനങ്ങളൊന്നുമില്ല. ഈശ്വർ മാൽപ്പെ പെട്ടെന്ന് ഇവിടെ എത്തിച്ച പരിമിതമായ സൗകര്യങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ചായിരുന്നു ഇവിടെ തിരച്ചിൽ നടത്തിയിരുന്നത്. 2 ബോട്ടും അതുപോലെ തന്നെ ഒരാൾക്ക് ഈശ്വർ മാൽപ്പെ തന്നെയായിരുന്നു ഇന്നലെ ഗംഗാവലി പുഴയിൽ ഇറങ്ങിയത്. അദ്ദേഹത്തിന് ധരിക്കാനുള്ള ഇത്തരത്തിലുള്ള ഡൈവിംഗ് സ്യൂട്ടുകളും ഓക്സിജൻ സിലിണ്ടറുകളും മാസ്കും കാര്യങ്ങളും ഒക്കെ ആയിട്ടായിരുന്നു അദ്ദേഹം പുഴയിൽ ഇറങ്ങിയത്. പക്ഷേ ഇന്ന് SDRF NDRF സംഘം ഇറങ്ങുന്ന സമയത്ത് ഒരു പക്ഷേ സോണർ അടക്കമുള്ള അത്യാധുനിക സംവിധാനങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കാനുള്ള സാധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന് സമാനമായിട്ടുള്ള മറ്റ് മെഷീനറികളൊക്കെ തന്നെ ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. ഇവിടെ എത്തുന്ന SDRF NDRF സംഘങ്ങൾ ഇനി എന്തൊക്കെ തരത്തിലുള്ള യന്ത്ര സംവിധാനങ്ങളാണ് ഇവിടെ എത്തിക്കുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ പൂർണ്ണമായ വിശദാംശങ്ങൾ ഇപ്പോഴും ജില്ലാ ഭരണകൂടമോ മറ്റ് അധികാരികളോ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും രാവിലെ 8 മണിയോടുകൂടിയാണ് ഇവിടെ പരിശോധനകൾ ആരംഭിക്കുക. അതിന് തൊട്ടു പിന്നാലെ തന്നെയായി തിരച്ചിലും ആരംഭിക്കും എന്നാണ് നിലവിൽ ജില്ലാ ഭരണകൂടം നമ്മൾക്ക് നൽകിയിട്ടുള്ള വിശദീകരണം. ഇനി അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ള ചെറിയൊരു സംശയം കൂടി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം ഇന്നലെ 9 മണിക്ക് നേവി ഇറങ്ങും എന്നുള്ളൊരു ഉറപ്പ് ജില്ലാ ഭരണകൂടം നമ്മൾക്ക് എല്ലാവർക്കും നൽകിയിരുന്നു. മലയാളികൾ, ലോകത്തെങ്ങുമുള്ള മലയാളികൾ ആ വാക്കിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. അർജുൻ്റെ കുടുംബം മാത്രമല്ല, കാരണം അർജുൻ നമ്മുടെ സഹോദരനാണ് എന്നൊരു വികാരം കൃത്യമായി മലയാളികൾക്കുണ്ട്. അപ്പോൾ ആ ഒരു വികാരം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ അർജുന് വേണ്ടി എന്തെങ്കിലും ഇവിടെയുള്ള സംവിധാനങ്ങൾ ചെയ്യുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കാറ്റിൽ പറത്തുന്ന ഒരു നിലപാടായിരുന്നു ഇന്നലെ ഉച്ചവരെ ഇത്തരത്തിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഏറ്റവും ഒടുവിൽ നേവിക്ക് പോലും അനുമതി ലഭിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥ വന്നു. പക്ഷേ എന്തുകൊണ്ടാണ് അനുമതി നിഷേധിച്ചത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇതുവരെയും ജില്ലാ ഭരണകൂടം തയ്യാറായിട്ടില്ല. അതുമാത്രമല്ല, ആദ്യഘട്ടത്തിലൊക്കെ തന്നെ നമ്മളോട് നല്ല രീതിയിൽ സഹകരിച്ചു പോന്നിരുന്ന ജില്ലാ കളക്ടറും SP-യും ഇപ്പോൾ കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ ഫോൺ കോളുകൾ പോലും എടുക്കുന്നില്ല എന്നതിൽ എന്തോ ഒരു ഗൂഢത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു സംശയം കൂടി ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ട്. മോത്തി.